ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. പ്രത്യേകം ഓർക്കുക, നമ്മുടെ ചാനലിൽ വീഡിയോസ് കണ്ട് ബുക്ക് ചെയ്യാൻ വരുന്നവർ പ്രത്യേകം ഓർക്കുക, എല്ലാ ഡീറ്റെയിൽസും ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഹൗ ടു ബുക്ക്, ഹൗ ടു ഗെറ്റ്, ഹൗ ടു യൂസ്, എല്ലാ കാര്യങ്ങളും അത് നോക്കി കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വരണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഇന്ന് കൂടെ പത്തനംതിട്ടയിലുള്ള ഒരു പ്രസിജ അക്കച്ചി വന്നിട്ട് നമ്മളുമായിട്ട് ഭയങ്കര ക്ലാഷ് ആയിരുന്നു. 300 രൂപയുടെ ഡയോയിലാണ് വാങ്ങിച്ചത്. അക്കച്ചി ഫോളോവർ ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് പറഞ്ഞു ഫോളോവർ അല്ലാന്ന്. ഈ കള്ളം പറഞ്ഞ് ബുക്ക് ചെയ്യാൻ വരുന്നവർക്ക് എപ്പോഴും വള്ളിക്കെട്ടായിരിക്കും. അതുകൂടാതെ എനിക്കും വള്ളിയായിരിക്കും. മനസ്സിലായി. പിന്നെ ഞാനത് റീഫണ്ട് അടിക്കാൻ നടക്കണം, അവരുടെ വയലുള്ള തെറി കേൾക്കണം, പിന്നെ അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ കേൾക്കണം. ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് വരുന്നവർ ദയവ് ചെയ്ത് നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ വില, അളവ്, തൂക്ക, വില വിവരങ്ങൾ ഉൾപ്പെടെ ഡെലിവറി ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നോക്കിക്കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം വാങ്ങിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞ് ചാടിപ്പടിഞ്ഞ് വരാതെ എല്ലാ ഡീറ്റെയിൽസും കണ്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം വരിക. ഇപ്പം നമുക്ക് ജസ്റ്റ് നൗ ഇപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് പറയണത്. എൻ്റെ പൊന്നേ, ആ അക്കച്ചിയുടെ വായിലുള്ള തെറി മുഴുവൻ ഞാൻ കേട്ടു. എന്തൊക്കെയാണ് അവർ ഒഴിച്ചു പറയണമെന്നറിയോ? 300 രൂപ നീ വെച്ചോ, നീ അത് എടുത്തോ, നീ ഭിക്ഷയായിട്ട് വെച്ചോ എന്നുള്ള രീതിയിലൊക്കെയാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഒരാളുടെയും ചാരിറ്റി വേണ്ട. ഞാൻ ചാരിറ്റി കൊടുക്കാറേ ഉള്ളൂ, ചാരിറ്റി വാങ്ങിക്കാറില്ല. ദൈവം സഹായിച്ച് ഇന്ന് ഈ സമയം വരെ എനിക്ക് ചാരിറ്റി വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇനി ഭാവിയിലത് നമുക്കറിയില്ല. ഇപ്പോൾ തൽക്കാലം എനിക്ക് എന്തായാലും ചാരിറ്റി വേണ്ട. ഓക്കെ, ഞാൻ യൂട്യൂബിലിടും, ഇൻസ്റ്റാഗ്രാമിലിടും, നീ എവിടെ വേണേ കൊണ്ടുപോയി ഇട്ടോ. ഞാൻ എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് തരുന്നതിന് മുന്നേ തന്നെ, ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഫോളോവർ ആണോ എന്ന്. യെസ് എന്ന് നീ കള്ളം പറഞ്ഞു. ആ കള്ളത്തിൻ്റെ മുകളിലാണ് നിൻ്റെ പ്രശ്നങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ അക്കച്ചിയുടെ വീട് ഏതോ കുഗ്രാമത്തിലാണ്. അപ്പോൾ ഈ അക്കച്ചിക്ക് അവിടെ ഡെലിവറി കിട്ടൂല എന്നാണ് തോന്നണേ. അന്നേരം തുടങ്ങിയ പ്രശ്നമാണ്. ഓക്കെ, അടൂരിൽ നിന്നാണ് തന്നത്. പക്ഷേ അടൂർ നമുക്ക് സർവീസ് ഉണ്ട്. അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ നമ്മുടെ കയ്യിൽ. അവിടെ വോയിസ് ഉണ്ട്, വളരെ മോശം വോയിസാവും. അത് കേൾപ്പിക്കാൻ കൊള്ളൂലെന്നേ. അത്രയും മോശമായിട്ടാണ് സംസാരിച്ചേക്കുന്നത്. നിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്നുള്ള എനിക്ക് മനസ്സിലായി, നീ എത്രക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. 300 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ചീപ്പായിട്ട് സംസാരിക്കുക. എൻ്റെ അടുത്ത് വരുന്നവർ പ്രത്യേകം ഓർക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട്, അധിക്ഷേപിക്കാനായിട്ടുള്ളവർ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരരുത് എന്നുള്ളത്. അത് ഞാൻ ഇത്തരക്കാരെ കൊണ്ട് ഇട്ടേക്കുന്നതാണ് കേട്ടോ. പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ അമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ മുത്തശ്ശിമാർക്കോ ഒക്കെ വേണ്ടി നിങ്ങൾ വാങ്ങാൻ വരുവാണെങ്കിൽ, നിങ്ങളോടാണ് പറയുന്നത്, നിങ്ങൾ ഈ പ്രായമായിട്ടുള്ള ആളുകൾ അവർക്ക് ബുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ മക്കളെ കൊണ്ടോ മരുമക്കളെ കൊണ്ടോ ഒക്കെ ബുക്ക് ചെയ്യിക്കും. അപ്പോൾ ഇതൊന്നും അറിയാതെ വന്ന് കയറുന്ന ഇവർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മക്കളെയോ മരുമക്കളെയോ കൊച്ചുമക്കളെയോ ഏൽപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെ മരുമക്കളുടെയും നിങ്ങളുടെ കൊച്ചുമക്കളുടെയൊക്കെ വായിരിക്കണം ഞാനും എൻ്റെ പിള്ളേരും കേൾക്കേണ്ടി വരും. അതുകൊണ്ടാണ് പറയണത്. പിന്നെ മനസ്സിലായി. പിന്നെ നമ്മൾ എടുക്കില്ലെന്നേ, ഒഴിവാക്കി വിടും. റീഫണ്ട് ഓൺ ദ സ്പോട്ടിൽ അടിച്ച് വിടും. റീഫണ്ട് കൊടുക്കാം, നീ വെയിറ്റ് ചെയ്യ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി കിടന്ന്, അയ്യോ എന്ത് മോശം സംസാരമാണ്. എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പിന്നെ നമുക്കത് അതേ രീതിയിലൊന്നല്ല, അതിൻ്റെ അപ്പുറത്തെ രീതിയിലും പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല. പിന്നെ ആ ചേച്ചിയുടെ അത്രയും സംസ്കാരമില്ലായ്മയിലേക്ക് താഴ്ന്നു പോകണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഏതോ ഒരു പാവം പിടിച്ച അമ്മാമ്മയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ഈ ചേച്ചി. ഏതോ ഒരു പാവം പിടിച്ച അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഈ ചേച്ചി. പക്ഷേ ആ ചേച്ചി ആൾ ഭയങ്കര ചേച്ചി ഭയങ്കര പ്രശ്നക്കാരിയാണ്. ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഭയങ്കര പ്രശ്നക്കാരിയാണ് ചേച്ചി. അയ്യോ, ഒരു തരത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ ഫോളോവറാണ് എന്ന് ഇന്നലെ പറഞ്ഞത് കൊണ്ടുണ്ടായ പ്രശ്നമാണ് ഇത് മുഴുവൻ. പാതിരാത്രി 11 മണിക്ക് റിപ്ലൈ അടിച്ചിട്ടു, ഞാൻ ഫോളോവറാണോ എന്ന് ചോദിച്ചപ്പോൾ യെസ് എന്ന് പറഞ്ഞ് റിപ്ലൈ അടിച്ചിട്ടു. അതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ വരെ ഡീറ്റെയിൽസ് കൊടുത്തത്. പക്ഷേ ഈ അക്കച്ചി ഇന്ന് പറയുകയാണ് ഞാൻ ഫോളോവർ അല്ലാന്ന്. ഇത് ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിത് കൊടുക്കത്തില്ലെന്നേ, അതല്ലേ പറയണത്. അപ്പോൾ നിങ്ങൾ വാങ്ങാൻ വരുന്നവർ പ്രത്യേകം ഓർക്കുക, നമ്മുടെ സ്റ്റാഫ് നിങ്ങളോട് പ്രൈസ് തരും, ഡീറ്റെയിൽസ് തരും, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് തരും, ഡെലിവറി ഡീറ്റെയിൽസ് തരും. അത് നിങ്ങൾക്ക് ഈ സാധനം തന്നെ ചാനലിൽ കിടപ്പുണ്ട്. ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നതിലും നല്ലത് ജസ്റ്റ് എല്ലാം ഒന്ന് അന്വേഷിക്കുക.
ഇപ്പം തന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് മെസ്സേജ് ഇട്ടിച്ചിട്ടില്ലേ, പിന്നെ ബുക്കിംഗ് നമ്പറിൽ ചോദിച്ചിട്ട് ബുക്കിംഗ് കിട്ടിയില്ല, ബുക്കിംഗ് നമ്പറിൽ ചോദിച്ചിട്ട് മൈൻഡ്, അത് ഇതുപോലത്തെ വള്ളിക്കെട്ട് കേസുകളാണ്. അപ്പോൾ അത് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതെ വെച്ചേക്കുന്നതാണ്. ഇതുപോലെയുള്ള വള്ളിക്കെട്ട് കേസുകളാണ്. അതായത് അവർക്ക് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ വല്ല റിമോട്ട് ഏരിയ, റൂറൽ ഏരിയാസിൽ ഇരിക്കുന്നവരായിരിക്കും, സർവീസ് ഇല്ലയെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിട്ട കേസുകളായിരിക്കും. അങ്ങനെയുള്ളവരാണ് പിന്നെയും ഈ കമൻറ്റ് എഴുതി വെക്കുന്നത്. ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് അറിയാത്തതുകൊണ്ടല്ല, അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാ. അവർക്ക് അതിൽ എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ, എന്തെങ്കിലും ഒരു സന്തോഷം കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ അങ്ങനെ എഴുതി വെക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് അവരത് എഴുതി വെച്ചേക്കുന്നത്. പൈസ ഇട്ടിട്ട് പൈസ പോയി എന്നാരും ഇവിടെ പറയില്ലല്ലോ. എനിക്കത് കേട്ടാൽ മതി. ഇവിടെ കാശ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ റീഫണ്ട് അടിക്കും. കാര്യം നമുക്ക് റീഫണ്ടബിൾ അല്ല. എന്നാലും വള്ളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ, ഈ ചേച്ചി വള്ളിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞു, ചേച്ചി ഫോളോവർ അല്ലെങ്കിൽ വാങ്ങണ്ട, കാര്യം ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഫോളോവേഴ്സ് അല്ലാത്തവർക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാര്യം ഞാനെല്ലാം വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു വെബ്സൈറ്റ് വഴി നമ്മൾ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. നമ്മളിത് യൂട്യൂബിൽ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതെങ്ങനെ ഉപയോഗിക്കണം, എത്ര കാലം ഉപയോഗിക്കണം, ഏതൊക്കെ പ്രായക്കാർ, ഏതൊക്കെ സ്കിൻ ടൈപ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും യൂട്യൂബ് വഴിയാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഫോളോവേഴ്സ് അല്ലാത്തവർ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഓക്കെ, ഇപ്പം ബോട്ടിലിൻ്റെ മുകളിലാണെങ്കിലും ചെറുതായിട്ടായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അത് കുറേ പേർക്ക് കണ്ണു പിടിക്കണമെന്നില്ല. എനിക്ക് വായിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ബോട്ടിലിനുള്ളത്. കാര്യം എനിക്ക് കണ്ണട വേണം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത്, ഞാൻ എൻ്റെ നല്ല മര്യാദയിലാണ് പറയുന്നത്, ദയവ് ചെയ്ത് ഈ അക്കച്ചിയെ പോലുള്ള ആൾക്കാർ, പത്തനംതിട്ട അടൂരുള്ള നമ്മുടെ പ്രസിജ അക്കച്ചിയെ പോലുള്ള ആളുകൾ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരാണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അമ്മയ്ക്കോ അമ്മാമ്മയ്ക്കോ അമ്മൂമ്മയ്ക്കോ മുത്തശ്ശിക്കോ വേണ്ടിയിട്ടായിരിക്കും ബുക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷേ ബുക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക, ഇന്ന കാര്യങ്ങളാണെന്ന്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വള്ളിയാണ്. കാര്യം നമുക്കത് റീഫണ്ട് അടിക്കാൻ അക്കൗണ്ട്സിൽ കൊടുക്കണം. നിങ്ങൾ പറയുന്ന പോലെ അടുക്കളപ്പുറത്തിരുന്ന് എണ്ണ കാച്ചുന്നതല്ല ഇത്, മനസ്സിലായില്ലേ? ഒരു കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനിയുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് അക്കൗണ്ട്സിൽ കൊടുത്ത് റീഫണ്ട് അടിക്കാനൊക്കെ ടൈം ചിലപ്പോൾ 24 hours എടുക്കും, ചിലപ്പോൾ 48 hours എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് റീഫണ്ട് അടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതല്ല. അപ്പോൾ എന്നെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. നിസ്സാരം 300 രൂപയല്ലേ ഉള്ളൂ, ചെയ്യേണ്ടെന്ന് വെച്ചാൽ മതിയെന്നേ. ഞാനിപ്പോൾ ഇന്നലെ ഒരാൾ എന്നോട് ചോദിച്ചു, എന്താ ഷുവർട്ടി ഉള്ളത്, നിങ്ങൾക്ക് പൈസ ഇട്ടാൽ പ്രോഡക്റ്റ് കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഞാൻ പറയട്ടെ, ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ നിൽക്കരുത്. ഞാൻ നിൽക്കത്തില്ല. ഓക്കെ, അതുപോലെ നമുക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ലെന്നേ. ഞാൻ വളരെ ജെനുവിനാണ്. കാര്യം എനിക്ക് ഷുഗർ കോട്ടിംഗ് ഇല്ല. ഞാൻ വളരെ ജെനുവിനാണ്. ജെനുവിൻ ആയതിൻ്റെ പേരിൽ എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. എന്നാലും ഞാൻ പറയുവാണ്, ഞാൻ വളരെ ജെനുവിനാണ്. നിങ്ങൾക്ക് എൻ്റെ മുകളിൽ ട്രസ്റ്റ് ഉണ്ട്, ഈ പ്രോഡക്റ്റ്, പ്രിയയുടെ പ്രോഡക്റ്റ് എനിക്ക് കിട്ടും, ഉറപ്പുണ്ട് എന്നുള്ളവർ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. അല്ലാത്തവർ ചെയ്യേണ്ട. ഇവിടെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് വന്നിട്ട് ഈ അക്കയെ പോലെ വന്നിട്ട് നമുക്ക് പ്രശ്നങ്ങൾക്ക് താല്പര്യമില്ല. അത് ആ പൈസ നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ, ഓൺ ദി സ്പോട്ടിൽ റീഫണ്ട്. പക്ഷേ റീഫണ്ട് ചെയ്യാൻ അക്ക സമ്മതിക്കണില്ല. അക്ക വോയിസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അക്ക ഭയങ്കര ഇറിറ്റേറ്റഡ്, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. അക്കയുടെ വോയിസ് കേൾക്കുമ്പോഴാണെങ്കിലോ ഭയങ്കര നെഗറ്റിവിറ്റി. എൻ്റെ പൊന്നി എന്തൊരു നെഗറ്റിവിറ്റി എന്നറിയൂ. ഈ അക്ക എന്നിട്ട് പറഞ്ഞു, നിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ഞാൻ യൂട്യൂബിലിടും, ഇൻസ്റ്റാഗ്രാം ഇട്ടു അക്ക, എൻ്റെ കയ്യിൽ പ്രൂഫ് ഇരിക്കണേ. അക്ക എന്താ അഡ്രസ്സ് ഡിലീറ്റ് ചെയ്ത് ഓടിയത്? പേടിച്ചിട്ടാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പേടിച്ചിട്ട് അഡ്രസ്സ് ഡിലീറ്റ് ചെയ്ത് ഓടുകയാണോ വേണ്ടത്? ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അക്കയുടെ ഫണ്ട് വന്ന ഉടനെ അക്ക ബ്ലോക്ക് ചെയ്ത് പോയല്ലോ. മോശമല്ലേ? നമ്മൾ അറിയാത്ത ഒരാളെയൊക്കെ പറ്റി ഇങ്ങനെ മോശമായിട്ടൊക്കെ സംസാരിക്കുക വളരെ മോശമല്ലേ? നാണാവില്ലേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ചീപ്പല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്? നീ എത്രക്കാരിയാണെന്ന് എനിക്കറിയാം, നിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് എനിക്കറിയാം, നീ ബിസിനസ് ചെയ്യണത് എങ്ങനെയാണെന്നറിയാം, നീ ചീറ്റിംഗ് ചെയ്തിട്ടല്ലേ, അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ അറിയാത്ത ഒരാളെ പറ്റി? അല്ലേ? മോശമല്ലേ അക്ക? ചിന്തിച്ച് നോക്ക്, മോശമല്ലേ എന്ന്. ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കാം, ചോരത്തിളപ്പായിരിക്കാം, വോട്ടെവർ. മോശമാണ് കേട്ടോ. അറിയാത്ത ഒരാളെ പറ്റി ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് ക്രൈമാണ് കേട്ടാ. ഡിഫമേഷന് കേസ് കൊടുക്കാൻ പറ്റും ഈ വോയിസ് വെച്ചിട്ട്. മനസ്സിലായില്ലേ? കണ്ടീഷൻ നമ്മൾ ഇന്നലെ തന്നു. അപ്പോൾ ഇന്നലെ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ പറയണം. ഇന്ന് വന്നിരുന്നിട്ട് നമ്മളെ ചൊറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് റീഫണ്ട് തരാം എന്ന് പറഞ്ഞ് റീഫണ്ട് അടിച്ചു. ഓൺ ദ സ്പോട്ടിൽ റീഫണ്ട് അടിച്ചു കേട്ടോ. അപ്പോൾ അക്ക എന്ത് ചെയ്യുക? ഇനി ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അക്കയെ പോലെ മറ്റുള്ള ആളുകൾ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ, ബഹുജനം പലവിധം എന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അക്കയെ പോലെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അക്കച്ചിമാരും അങ്കിളുമാരും കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ, എനിക്ക് നിങ്ങൾ ചെയ്ത്
ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ. എനിക്ക് സമാധാനമായിട്ട് വിട്ടിരിക്കാമല്ലോ അല്ലേ. എൻ്റെ സ്റ്റാഫിനും കുഞ്ഞു പിള്ളേരാണ്, 18-19 വയസ്സുള്ള കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് സമാധാനമായിട്ട് വല്ലയിടത്തിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തില്ല എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഇവിടെ എൻ്റെ കമ്പനിയിൽ ബിസിനസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, എനിക്കല്ലേ പ്രശ്നം വരുന്നുള്ളൂ അല്ലേ. അപ്പം അത് നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ നോക്കി കണ്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ഇടുക. പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞ് തർക്കങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്, അത് പണിയാണ് കേട്ടോ. ഒരാൾ അതിന് തന്നെ ഇരിക്കണം. അപ്പോൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ നമ്മളെ വന്ന് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. നിങ്ങളെപ്പോലെ ക്യാരക്ടർ അസാസിനേഷൻ അല്ല, റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക എന്നുള്ളത് ഒരു റിക്വസ്റ്റ്, നിങ്ങളോട് വെക്കുന്ന ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ വല്ലപ്പോഴും എവിടെയെങ്കിലും ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടോ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും വീഡിയോ കാണുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ കണ്ടാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച്, എൻ്റേത് എന്നല്ല ആരുടെയാണ്, അതിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഓക്കെയാണ്. അത് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവിടെ ബുക്കിംഗ് നമ്പറിൽ ചോദിക്കുക. അപ്പോൾ അവർ പറയും, ഇവിടെ പറയേണ്ട കാര്യങ്ങൾ അവരിവിടെ പറയും. എൻക്വയറീസ്, ഡൗട്ട്സ്, പിന്നെ ടിപ്സ് ഒക്കെ ആണെങ്കിൽ അവർ പറയും യൂട്യൂബിൽ ചോദിച്ചോ എന്ന് പറയും. അങ്ങനെ അവർ അതിനുള്ള റിപ്ലൈ തരും. അപ്പോൾ ഇന്നലെ ഈ ഫോളോവർ ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് ചേച്ചി കള്ളം പറഞ്ഞതുകൊണ്ടുണ്ടായ പ്രശ്നമാണിത്. ഇന്നലെ വന്നിട്ട് ഫോളോവറാണെന്ന് പറഞ്ഞു, ഇന്ന് വന്നിട്ട് ഫോളോവർ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് കേട്ടോ, അല്ലാതെ ഞങ്ങളുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അക്കയുടെ ഭീഷണി അത് ശരിയല്ല, മോശമല്ലേ ഭീഷണിപ്പെടുത്തുന്നത് അറിയാത്ത ആളുകളെയൊക്കെ, നിൻ്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യരുത് കേട്ടോ, കൊച്ചുകുട്ടിയല്ലേ, ചെയ്യരുത്.